ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വിപ്ലവ സൂര്യന് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. 72 വയസ്സായിരുന്നു. മൃതദേഹം എയിംസ് മോർച്ചറിയിലേക്ക് മാറ്റി. നാളെ വീട്ടിലും മറ്റന്നാൾ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിലും പൊതുദർശനമുണ്ടാകും. ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ ആഗസ്റ്റ് 19-നാണ് സീതാറാം യെച്ചൂരിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വെച്ചും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അനുസ്മരണ പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തു. ये आज बताता है जो रास्ता उन्होंने चुना वो रहेगा. That will be a lodestar for the communist movement in the future. So once again, Lal Salam, Comrade Buddhadev Bhattacharya. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആരോഗ്യനില മോശമായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിചരണം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിഞ്ഞിരുന്ന യെച്ചൂരി ഇന്ന് വൈകിട്ട് 3:05 അന്തരിച്ചു. മൃതദേഹം എയിംസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് വസന്ത് കുഞ്ചിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശനിയാഴ്ചയാണ് പാർട്ടി ആസ്ഥാനത്തെ പൊതുദർശനം. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും സഖാവ് സീതാറാം യെച്ചൂരിയുടെ ശരീരം വസന്തകുഞ്ചിലുള്ള അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും 14-ാം തീയതി രാവിലെ 11 മണി മുതൽ ഇവിടെ AKG ഭവനിൽ സഖാവ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ്. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മൃതദേഹം AKG ഭവനിൽ നിന്നും വിലാപയാത്രയായി ഡൽഹി എയിംസിൽ എത്തിച്ച ശേഷം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകും. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ദൈക്ഷണിക തലത്തിൽ പാർട്ടിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. JNU പഠനകാലത്താണ് SFIയിലൂടെ CPMൽ യെച്ചൂരി ആകൃഷ്ടനായത്. CPIMന്റെ 5ാമത് ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള വ്യഗ്രത, കാര്യങ്ങളെപ്പറ്റി പഠിച്ചു മാത്രം അഭിപ്രായം പറയുന്ന പ്രകൃതം, ഇതൊക്കെ മറ്റു പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സീതാറാം യെച്ചൂരിയെ വേറിട്ടു നിർത്തി. സാമ്പത്തിക ശാസ്ത്രമായാലും രാഷ്ട്രീയമായാലും യെച്ചൂരിയുടെ വാക്കുകൾക്ക് ജനം കാതോർത്തത് അതുകൊണ്ടാണ്. ആന്ധ്രയിലെ കാക്കിനാട സ്വദേശികളായ സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകം യെച്ചൂരിയുടെയും മകനായി 1952 ഓഗസ്റ്റ് 12 ജനനം. ഹൈദരാബാദിൽ സ്കൂൾ വിദ്യാഭ്യാസം. 1969 തെലങ്കാന പ്രക്ഷോഭത്തെ തുടർന്ന് ഡൽഹി പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിലാണ് ഹയർ സെക്കൻഡറിക്ക് ചേർന്നത്. CBSE പരീക്ഷയിൽ ഇന്ത്യയിൽ 1ാം റാങ്കോടെ പാസ്സായ സീതാറാം യെച്ചൂരി തന്റെ പിൽക്കാല വിദ്യാഭ്യാസ ജീവിതത്തിലും അക്കാഡമിക് മികവ് പ്രകടിപ്പിച്ചു. ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദവും JNUവിൽ നിന്ന് ഫസ്റ്റ് ക്ലാസോടെ ബിരുദാനന്തര ബിരുദവും നേടി. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ പ്രക്ഷോഭങ്ങളിലെ പങ്കാളിത്തവും അറസ്റ്റ് മൂലം ഗവേഷണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. JNU പഠനകാലത്ത് 1974 SFIയിൽ ചേർന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 മുതൽ 1978 വരെ തുടർച്ചയായി 3 വർഷം JNU സ്റ്റുഡൻസ് യൂണിയൻ അധ്യക്ഷനായി യെച്ചൂരി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രകാശ് കാരാട്ടിനൊപ്പം ചേർന്ന് JNUവിനെ ഇടത് കോട്ടയാക്കി മാറ്റിയതിൽ യെച്ചൂരിക്ക് നിർണായക പങ്കാണുള്ളത്. 1978 SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, 1986 SFI അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച യെച്ചൂരി 1984 CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. 2015 ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി 2018 2022 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2005 മുതൽ രാജ്യസഭാംഗവും കഴിഞ്ഞ 20 വർഷമായി പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററുമായിരുന്നു സീതാറാം യെച്ചൂരി. പാർട്ടിയുടെ അന്താരാഷ്ട്രകാര്യ വകുപ്പിന്റെ മേധാവിയായി പ്രവർത്തിച്ചു വരുന്ന യെച്ചൂരി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പാർട്ടി കോൺഫറൻസുകളിൽ ക്ഷണിതാവുമായിരുന്നു. 1996 P. ചിദംബരവുമായി ചേർന്ന് ഐക്യമുന്നണി സർക്കാരിന്റെ പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും 2004 UPA സഖ്യം കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്കാണ് യെച്ചൂരി വഹിച്ചത്.
ദ വയറിന്റെ എഡിറ്ററായ സീമ കിസ്റ്റിയാണ് ഭാര്യ. 2021 കോവിഡിനെ തുടർന്ന് പത്രപ്രവർത്തകനായിരുന്ന മകൻ ആശിഷ് യെച്ചൂരി മരിച്ചു. മകൾ അഖില യെച്ചൂരി യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറയിൽ ചരിത്രാധ്യാപികയാണ്. റിസർച്ച് ഡെസ്ക് 24. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഇന്നലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് ഒരു സൂചന അതിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരും എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. അപ്രതീക്ഷിതമായി ആ വിയോഗ വാർത്ത വരുന്നു. നാളെ പൊതുദർശനം, മറ്റന്നാൾ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനം. എന്തൊക്കെയാണ് ഇനി അടുത്ത നടപടികൾ? പാർട്ടി എന്താണ് ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്? വിജയകുമാർ, സീതാറാം യെച്ചൂരി ഓഗസ്റ്റ് 19 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രധാനമായും ശ്വാസകോശ അണുബാധയാണ് അദ്ദേഹത്തെ വ്യാപകമായി അലട്ടിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പാർട്ടി പിന്നീട് അതീവ ഗുരുതരമാണ് ആരോഗ്യനില എന്ന വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഏറെ മോശമായിരുന്നുവെന്നും പിന്നീട് ഉള്ള പുതിയ മരുന്ന് അദ്ദേഹത്തിൽ ഉപയോഗിച്ചു. അത് നേരിയ തോതിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഘട്ടത്തിലാണ് എല്ലാവരും വലിയ പ്രതീക്ഷ അദ്ദേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷ പുലർത്തിയത്. നേതാക്കൾ അടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് 3:05 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എംബാം നടപടികൾ പൂർത്തിയാക്കി എയിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം നാളെ വൈകിട്ടാണ് പൊതുദർശനം. അദ്ദേഹത്തിന്റെ വസന്ത് കുഞ്ചിലെ വസതിയിലാണ് പൊതുദർശനം നടക്കുക. പാർട്ടി ആസ്ഥാനമായ AKG ഭവനിലെ പൊതുദർശനം മറ്റന്നാൾ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5 മണിക്ക് വിലാപയാത്രയായി മൃതദേഹം എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി മൃതദേഹം നൽകാനാണ് തീരുമാനം. അദ്ദേഹത്തിന്റെ കുടുംബം അത് എയിംസുമായി എന്നെ അറിയിച്ചിരുന്നു. ഔദ്യോഗികമായി തന്നെ അതിന്റെ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഏറെ വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ AKG ഭവനിൽ തളം കെട്ടി നിൽക്കുന്നത്. സാധാരണ നിലയിൽ പാർട്ടി നേതൃയോഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി, പോൾ ബ്യൂറോ യോഗങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏതാണ്ട് ഈ സമയത്തോടെയാണ് അദ്ദേഹം യോഗം പൂർത്തിയാക്കി അതിനുള്ള മറ്റ് പേപ്പറുകൾ എല്ലാം തന്നെ തയ്യാറാക്കി അദ്ദേഹം ഇറങ്ങുക പതിവ്. മാധ്യമങ്ങളെ പലപ്പോഴും കാണുന്നത് ഈ ഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് അദ്ദേഹം കാലങ്ങളായി 24 അടക്കമുള്ള മാധ്യമങ്ങൾക്ക് പ്രതികരണങ്ങൾ നൽകാറും ദേശീയ അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നൽകാറുമുള്ളത് ഇവിടെയാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇടത് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഏറെ വലിയ നഷ്ടം തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരു പാൻ ഇന്ത്യൻ ഇമേജ് ഉണ്ടായിരുന്ന, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്ന, സ്വീകാര്യനായിരുന്ന, പ്രാദേശികമായ നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി. അതെല്ലാം തന്നെ പലതവണ ദേശീയ രാഷ്ട്രീയത്തിൽ സഖ്യ സർക്കാരുകളുടെ രൂപീകരണത്തിലും പാർട്ടിക്ക് പല കൃത്യമായ ഇടം നൽകുന്നതിലും അതിൽ കൃത്യമായ പങ്കുകൾ വഹിച്ചിരുന്നു. ഈ ഇന്ത്യ സഖ്യ രൂപീകരണത്തിലടക്കം അദ്ദേഹത്തിന്റെ നേതൃപാടവം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയത്തിലുള്ള അനുഭവ പരിചയവും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ഇടതു പാർട്ടികൾക്കും. ഒപ്പം പ്രതിപക്ഷത്തിന് ഒരു ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ അടക്കം അത് ഏറെ ഗുണം ചെയ്തിരുന്നു. ഈ മാർക്സിയൻ ആശയത്തിന്റെ ഇരുമ്പ് ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രായോഗിക രാഷ്ട്രീയം അത് കൃത്യമായി തന്നെ പാർട്ടി തത്വങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ചും ബംഗാളിൽ പാർട്ടിയുടെ വലിയ ക്ഷീണം പാർട്ടിക്ക് സംഭവിച്ച ഘട്ടത്തിലാണ് കോൺഗ്രസുമായി സഖ്യം ചേരാൻ അല്ലെങ്കിൽ കൈകോർക്കാനുള്ള പ്രായോഗിക തലത്തിലുള്ള ഒരു നയസമീപനം രൂപീകരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈയെടുത്തതും ഒപ്പം തന്നെ പാർട്ടിയുടെ ആശയങ്ങൾ പ്രായോഗികത കൂടുതലായി കൊണ്ടുവരുന്നതിനുള്ള ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ബൽറാം സൂചിപ്പിച്ചതുപോലെ പൊതുവെ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM-ലെയും പ്രായോഗികവാദിയായ ഒരു ജനറൽ സെക്രട്ടറി, നേതാവ് എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത, അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഒരു ഇടത് നേതാവ് എന്നൊരു ഇമേജ് അദ്ദേഹത്തിന് സീതാറാം യെച്ചൂരിക്ക് രാജ്യത്താകെ ഉണ്ടായിരുന്നു.
വിദ്യാർത്ഥി നേതാവിൽ നിന്ന് CPIMന്റെ ജനകീയനായ നേതാവായി വളർന്നു സീതാറാം യെച്ചൂരി. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ യെച്ചൂരി UPA സർക്കാരിന്റെ നയപരിപാടികൾ തയ്യാറാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. SFIയുടെ തലപ്പത്തേക്ക് കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നേതാവ്. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇടത് തേരോട്ടത്തിന് സാരഥ്യം വഹിച്ച വിദ്യാർത്ഥി നേതാവ്. അടിയന്തരാവസ്ഥക്കാലത്തെ ജയിൽവാസം, ഇന്ദിരാഗാന്ധിക്കെതിരായി അവരുടെ വസതിയിൽ നടത്തിയ പ്രതിഷേധം വളർന്നുവരുന്ന നേതാവിന്റെ പോരാട്ടവീര്യം തെളിയിക്കുന്നതായിരുന്നു. പോലീസിന്റെ കിരാതവാഴ്ചയടക്കം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വച്ച് കുറ്റപത്രം വായിച്ചു. തുടർന്ന് JNU വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗത്യന്തരമില്ലാതെ ഇന്ദിരയുടെ രാജി. SFI നേതാവായിരിക്കെ CPIM കേന്ദ്ര കമ്മിറ്റിയിലേക്ക്, പൊളിറ്റ് ബ്യൂറോയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ്, പാർട്ടി ഭരണഘടനയിൽ മാറ്റം വരുത്തി രൂപീകരിച്ച കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗം, ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന നിർദ്ദേശത്തിൽ നിർണായക തീരുമാനം പാർട്ടി കൈക്കൊണ്ടപ്പോൾ അതിലും ഭാഗഭാക്കായി യെച്ചൂരി. സഖ്യ സർക്കാർ എന്ന ആശയത്തിന് പിന്തുണ നൽകിയ ഹർകിഷൻ സിംഗ് സുർജീത്തിന്റെ നിലപാടിനോട് ചേർന്ന് നിന്നു. ഒന്നാം UPA സർക്കാർ കാലത്ത് നയപരിപാടികൾ തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഒടുവിൽ ആണവ കരാറിന്റെ പേരിൽ പാർട്ടി സർക്കാരിന് പിന്തുണ പിൻവലിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിൽ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതും ചരിത്രം. പിന്തുണ പിൻവലിച്ചത് കരാറിന്റെ പേരിൽ ആകരുതായിരുന്നു, വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളുടെ പേരിലാകണമായിരുന്നു എന്ന് പിന്നീട് സീതാറാം യെച്ചൂരി നിലപാട് വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായുള്ള കരാറിനെതിരായ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ നിന്നു യെച്ചൂരി. അപ്പോഴും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തി. പാർലമെന്റിലെ ശക്തമായ സാന്നിധ്യം, BJPയുടേതും കോൺഗ്രസിന്റേതും അല്ലാത്ത നയങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് അടയാളപ്പെടുത്തി. പാർലമെന്റ് സമ്മേളനകാലത്തെ യെച്ചൂരിയുടെ വാർത്താസമ്മേളനങ്ങൾ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് ഊഷ്മളമായ ഓർമ്മയാണ്. മാറിയ കാലത്ത് BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ തെറ്റില്ലെന്ന് നിലപാട് സ്വീകരിച്ചു. കാർക്കശ്യമുള്ള നിലപാടുകളിൽ വ്യതിയാനം വരുത്താതെ CPIMന്റെ ജനകീയ മുഖമായി മാറിയ നേതാവാണ് വിട പറയുന്നത്. ലാൽ സലാം, കോംറേഡ്. റിസർച്ച് ഡെസ്ക് 24. സീതാറാം യെച്ചൂരിയും VS അച്യുതാനന്ദനും തമ്മിൽ 28 വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടെങ്കിലും അവർ തമ്മിൽ ആഴത്തിലുള്ള സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. 41 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത്. VSന്റെ ആളെന്നാണ് സീതാറാം യെച്ചൂരി CPIMൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തിരിച്ചും പല വിഷമഘട്ടങ്ങളിലും VSനൊപ്പം ഉറച്ചുനിന്നത് യെച്ചൂരിയായിരുന്നു. 2016-ൽ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ VSനെ അടുത്തിരുത്തിക്കൊണ്ട് യെച്ചൂരി VS കേരളത്തിന്റെ ഫിദൽ കാസ്ട്രോ ആണെന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് മുൻപ് മുഖ്യമന്ത്രി പദം പിണറായി വിജയൻ നൽകുകയാണെന്ന് യെച്ചൂരി VSനോട് പറയുകയും അദ്ദേഹം അതിന് സമ്മതം മൂളുകയും ചെയ്തിരുന്നു. VSന്റെ ആളാണോ താങ്കൾ എന്ന ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ മൂല്യങ്ങളും ഗുണങ്ങളും താൻ മാനിക്കുന്നു എന്നായിരുന്നു യെച്ചൂരിയുടെ മറുപടി. സീതാറാം യെച്ചൂരിയും VS അച്യുതാനന്ദനും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് 41 വർഷങ്ങൾക്ക് മുൻപാണ്. 1981-ൽ കൊല്ലത്ത് നടന്ന SFI സംസ്ഥാന സമ്മേളനത്തിലാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. 1984 മുതൽ ഇരുവരും കേന്ദ്ര കമ്മിറ്റിയിലും ഒരുമിച്ചു. 1987-ൽ ഏഷ്യ പസഫിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കോൺഫറൻസിന് മംഗോളിയയിലേക്ക് ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം VSും യെച്ചൂരിയും യാത്ര പോയപ്പോഴാണ് ഈ ബന്ധം ആഴത്തിൽ വേരുറച്ചത്. VSനോട് തമിഴിലാണ് യെച്ചൂരി സംസാരിച്ചിരുന്നത്. VS ഇംഗ്ലീഷിലും മലയാളത്തിലുമായി മറുപടി പറഞ്ഞു. ഡൽഹിയിൽ VS യെച്ചൂരി പക്ഷത്തും കേരളത്തിൽ യെച്ചൂരി VS പക്ഷത്തുമായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ തർക്കമുണ്ടാകില്ല. റിസർച്ച് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ പ്രിയതമയ്ക്ക് കരുതലിന്റെ കുട നിവർത്തിയ ജെൻസണും ഒടുവിൽ നിത്യതയിലേക്ക് മടങ്ങി. വാഹനാപകടത്തിൽ മരിച്ച ജെൻസണ് നാട് കണ്ണീരോടെ വിട നൽകി. അമ്പലവയൽ ആണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിലാണ് ജെൻസണ് അന്ത്യനിദ്ര.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രതിശ്രുത വധു ശ്രുതിയെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച ജെൻസൺ ആശ്വാസ കാഴ്ചയായിരുന്നു. ഇന്ന് ചങ്കു തുളയ്ക്കുന്ന നോവായി അമ്പലവയലിലെ വീട്ടുമുറ്റത്ത്. പൊതുദർശനം നടന്ന ആണ്ടൂർ ഓഡിറ്റോറിയത്തിലും വീട്ടിലും നിരവധി ആളുകളാണ് നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായ ജെൻസനെ അവസാനമായി ഒന്ന് കാണാനെത്തിയത്. ജില്ലാ കളക്ടർ മേഘശ്രീ, MLA മാർ, പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ ജെൻസന്റെ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. ഒടുവിൽ അമ്പലവയൽ ആണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. ഓമ്നി വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഇനി കണ്ണീരോർമ്മ. 24 വയനാട്. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ഇനി പ്രിയപ്പെട്ട അപ്പുവും കൂട്ടില്ല. കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജെൻസനെ അവസാനമായി ശ്രുതി കണ്ടു. അത്രമേൽ ഹൃദയഭേദകമായിരുന്നു ആ വിടപറച്ചിൽ. എന്നും ഒപ്പമുണ്ടാകുമെന്ന ജെൻസന്റെ വാക്കായിരുന്നു ശ്രുതിക്ക് കരുത്ത്. ജെൻസൺ ഇനി ഈ ലോകത്തില്ലെന്ന് അവൾ അറിഞ്ഞത് ഇന്നാണ്. മൃതദേഹം കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വാഹനാപകടത്തിൽ ഇരുകാലുകളും തകർന്നു കിടക്കുന്ന ശ്രുതി അവളുടെ അപ്പുവിനെ കണ്ടു. എന്തൊക്കെയോ പിറുപിറുത്തു, വിതുമ്പി, പൊട്ടിക്കരഞ്ഞു. ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗം മുറിയിൽ കണ്ണീർ മഴ. ഇന്നലെ സത്യത്തിൽ ശ്രുതി കണ്ടത് ജെൻസന്റെ ചലനമറ്റതായ ബോഡിയെയാണ് കണ്ടത്. പക്ഷേ ആ കുട്ടി എന്ന് പറഞ്ഞത് എന്നെ കോഴിക്കോട് മിംസിലേക്ക് എന്നെ മാറ്റണം, ഞാൻ അവിടെയാണ് ജോലി ചെയ്തത്, എനിക്കറിയാം അവിടെ പോയാൽ പിന്നെ എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, പിന്നെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ജെൻസനെയും കൂട്ടും, ഞാൻ ലോകത്തെവിടെയും പോയി അവനെ ചികിത്സിക്കും, ജെൻസൺ ഇല്ലെങ്കിൽ ഞാനില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മരിച്ചു എന്നുള്ള വാക്കൊഴികെ ബാക്കിയെല്ലാം ആ കുട്ടിയോട് പറയാൻ ശ്രമിച്ചു. അച്ഛനും അമ്മയും സഹോദരിയും ഉരുൾപൊട്ടലിൽ മണ്ണടിഞ്ഞു. കാവലും കരുതലും പിന്നീട് ജെൻസൺ മാത്രമായിരുന്നു. ഒരു അപകടം എല്ലാം തകർത്തിരിക്കുന്നു. ഈ നാട് ഒപ്പമുണ്ടെന്ന ശ്രുതിയോട് പറയുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പലരും ശ്രുതിക്ക് പിന്തുണ നൽകുന്നു. ഈ പെൺകുട്ടിക്ക് സഹനത്തിനുള്ള കരുത്തുണ്ടാകട്ടെ. അവൾ ഈ ദുരിതകാലത്തെ മറികടന്ന് മുന്നോട്ട് വരട്ടെ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. PV അൻവറിന്റെ പരാതികളിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി പോലീസ് മേധാവിയാണ് 4 മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തിയത്. ADGPക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. പരാതി പ്രകാരം DGPക്ക് ചില തെളിവുകൾ കൈമാറിയെന്ന് PV അൻവർ പിന്നീട് അറിയിച്ചു. സംസ്ഥാന പോലീസ് തലപ്പത്തെ ഒന്നാമൻ രണ്ടാമനായ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്ന അപൂർവ സംഭവമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്നത്. അതും ഭരണകക്ഷി MLAയുടെ പരാതിയിൽ. മലപ്പുറത്തെ സ്വർണം പിടിക്കൽ, റിദാൻ കൊലപാതകം, വ്യവസായിയായ മാമി തിരോധാന കേസ്, ഫോൺ ചോർത്തൽ, തൃശൂർ പൂരം കലക്കൽ, കവടിയാറിലെ കെട്ടിട നിർമ്മാണം തുടങ്ങി PV അൻവർ നൽകിയ പരാതിയിലെ പ്രധാന ആരോപണങ്ങളെല്ലാം 4 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ DGP ചോദ്യങ്ങളായി ഉയർത്തി. ചിലതിന് രേഖകൾ ഉയർത്തിയും അല്ലാത്തതിന് വിശദീകരണത്തോടെയും ADGP മറുപടി നൽകി. അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരായ IG സ്പർജൻ കുമാറും പങ്കെടുത്ത മൊഴിയെടുപ്പ് ക്യാമറയിൽ പകർത്തി. അൻവറിന്റെ ആരോപണങ്ങൾ യുക്തിക്ക് പോലും നിരക്കാത്തതാണെന്ന് നിഷേധിച്ച അജിത് കുമാർ സത്യം തെളിയാൻ ആരേക്കാൾ കാത്തിരിക്കുന്നത് താനാണെന്നും DGPയോട് വിശദീകരിച്ചു.
ADGPയുടെ മറുപടിയും ഇതുവരെ ശേഖരിച്ച തെളിവുകളും വിലയിരുത്തി അടുത്ത ആഴ്ചയോടെ DGP റിപ്പോർട്ട് നൽകും. അജിത് കുമാറിനെ മാറ്റണോ എന്നതിലും രാഷ്ട്രീയാരോപണങ്ങളെ പ്രതിരോധിച്ച മുഖ്യമന്ത്രിയുടെ തുടർ നീക്കത്തിലും ഈ റിപ്പോർട്ട് നിർണായകമാവും. തിരുവനന്തപുരത്തെത്തിയ PV അൻവർ ഇന്ന് പോലീസ് മേധാവിയെ കണ്ടു. DGP ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെന്നും അജിത് കുമാർ ADGPയായി തുടരുന്നത് അന്വേഷണത്തിന് പ്രതിസന്ധിയാണെന്നും PV അൻവർ. പുതുതായി 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വിശാലമായി തെളിവ് തരാൻ നിന്നിരുന്ന ചില ഓഫീസർമാരുണ്ട്. അവരൊക്കെ ഇദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറാതെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഭയപ്പാടിലാണ്. അപ്പോൾ അത് സത്യത്തിൽ തെളിവ് കൊടുക്കുന്നതിൽ എനിക്ക് പ്രതിസന്ധി സത്യസന്ധമായി സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും പോലുള്ള ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്ത് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 24 തിരുവനന്തപുരം. ADGPക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് PV അൻവർ MLA DGPക്ക് കത്തു നൽകി. ഭീഷണി കത്തുകൾ ലഭിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? അദ്ദേഹത്തിന് ചില ഭീഷണി കത്തുകൾ ലഭിച്ചിട്ടുണ്ട്, ആ കത്തൊക്കെ ഈ പരാതിയോടൊപ്പം ചേർത്തു എന്നുമാണല്ലോ റിപ്പോർട്ടിൽ പറയുന്നത്. വിജയകുമാർ, DGPക്ക് 4 പരാതികളാണ് PV അൻവർ MLA ഔദ്യോഗികമായ ലെറ്റർപാഡിലൂടെ നൽകിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം PV അൻവർ MLAക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. തനിക്കും തന്റെ കുടുംബത്തിനും ജീവന് ഭീഷണിയുണ്ട്, അപായപ്പെടുത്തുമെന്ന കത്തുകൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് പോലീസ് സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഒരു കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത്. ആ കത്തിനൊപ്പം തന്നെ തനിക്ക് ലഭിച്ചെന്ന് പറയുന്ന ഊമക്കത്ത് കൂടി PV അൻവർ ഈ പരാതിക്കൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ തന്നെ കൊല്ലുമെന്നുൾപ്പെടെ അസഭ്യ പ്രയോഗങ്ങൾ നടത്തുന്നതാണ് ആ ഊമക്കത്ത്. അതിനുശേഷം മറ്റ് 3 പരാതികൾ കൂടി നൽകിയിട്ടുണ്ട്. അതിലൊന്ന് മലപ്പുറം ജില്ലയിലെ പോലീസുകാർ അവർക്ക് മുന്നിലേക്ക് എത്തുന്ന കേസുകൾ, അത് വാട്സാപ്പിലൂടെ എത്തുന്ന കേസുകൾ കൃത്യമായി അന്വേഷിക്കുന്നില്ല. അവർ പോലീസുകാർ ആ കേസുകൾ കണ്ടോ എന്ന് പോലും അറിയാനുള്ള സംവിധാനമില്ല. അതിനായി വാട്സാപ്പിലെ ബ്ലൂ ടിക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നുണ്ട്. ആ അന്വേഷണം അട്ടിമറിച്ചതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ കൂടി ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മാറ്റണം എന്നുള്ളതാണ്. ആ നിലയിലുള്ള കത്തുകളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് നിലവിൽ PV അൻവർ MLA ഉന്നയിക്കുന്നത്. മാത്രമല്ല ADGP അജിത് കുമാർ സർവീസിൽ തുടരുകയോ അതല്ലെങ്കിൽ ചുമതലയിൽ തുടരുകയോ ചെയ്യുമ്പോൾ ഈ അന്വേഷണം സുഗമമായി പോവില്ല എന്നുകൂടി PV അൻവർ MLA ചൂണ്ടിക്കാട്ടുന്നു. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അനന്തമായി നീണ്ടുപോകരുതെന്ന് മുഖ്യമന്ത്രിക്ക് CPIയുടെ അന്ത്യശാസനം. ADGPക്കെതിരെ നടപടി വേണമെന്ന CPI നിലപാടിൽ മാറ്റമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു. LDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് CPI നിലപാട് ആവർത്തിച്ചത്. CPIയേക്കാൾ സ്വാധീനം RSSനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പരിഹസിച്ചു. മല പോലെ വന്നത് എലി പോലെ തിരിച്ചുപോയെന്നായിരുന്നു LDF യോഗത്തിനു ശേഷം ഘടകകക്ഷികൾ നേരിട്ട പരിഹാസം. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനു മുന്നിൽ ഘടകകക്ഷികൾ വഴങ്ങിയെന്നായിരുന്നു വിലയിരുത്തൽ. LDF തീരുമാനം ഒറ്റക്കെട്ടാണെന്ന് ഡൽഹിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശവാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലപാടിൽ മാറ്റമില്ലെന്നും CPI. ഗവൺമെന്റിന് നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ്. അതുകൊണ്ട് അല്പം കൂടെ സമയം വേണമെങ്കിൽ സമയം എടുക്കട്ടെ. പക്ഷെ നിലപാട് തന്നെയായിട്ട് ഒരു മാറ്റമില്ല. DGPക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് രൂക്ഷമായ നോട്ടമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. LDF യോഗത്തിൽ ഘടകകക്ഷികളെ അടിച്ചിരുത്തിയെന്ന വിമർശനം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ദശാബ്ദങ്ങളുടെ ബന്ധമാണ് LDFിലെ ഘടകകക്ഷികൾക്ക് CPMമായിട്ടുള്ളത്. അവരൊന്നും പറയുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്കോ ഒരു വിലയില്ല. LDFിലെ ഘടകകക്ഷികൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്, അതൊക്കെ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുകയാണ്. ഇതോടെ ADGPക്കെതിരെ DGP നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് LDFിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പ്. 24 തിരുവനന്തപുരം. അഭിനേതാക്കളുടെ സംഘടന പിളർപ്പിലേക്ക്. പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള സാധ്യതകൾ തേടി 20 അഭിനേതാക്കൾ ഫെഫ്കയെ സമീപിച്ചു. അതേസമയം പുതിയ നീക്കം അമ്മയിലെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറികളുടെ പശ്ചാത്തലത്തിലാണ് അമ്മയ്ക്ക് ബദലായി പുതിയ സംഘടന എന്ന ആവശ്യമുയരുന്നത്.
ട്രേഡ് യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 20 മുൻനിര താരങ്ങൾ സിനിമാ മേഖലയിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചു. അവർ പ്രധാനമായിട്ടും ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എவ்விധമായിരിക്കണം, എന്തൊക്കെയായിരിക്കാം അത് നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ 2008 മുതൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നോട് ചർച്ച ചെയ്തതാണ്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം അമ്മ സംഘടനയുടേതല്ലെന്ന മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല. അമ്മ സംഘടന അറിഞ്ഞിട്ടില്ല, അമ്മയിലെ 506 പേരും അറിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ, അത് ഉണ്ണികൃഷ്ണൻ സാറല്ല പറയേണ്ടത്. സംഘടനയുടെ നിയമാവലിയോട് വിയോജിച്ച് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നവർ ആ വഴി പോകട്ടെ എന്ന നടൻ ജോയി മാത്യു പ്രതികരിച്ചു. ഈ ബൈലോയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് ഞങ്ങൾ സംഘടന ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ. അമ്മ എന്നുള്ള സംഘടന വെൽഫെയർ ഓർഗനൈസേഷനാണ്, ട്രേഡ് യൂണിയൻ സ്വഭാവം ഇല്ല അതിന്. അമ്മയുടെ പ്രവർത്തന രീതികളോട് എതിർപ്പുള്ളവരാണ് പുതിയ ട്രേഡ് യൂണിയൻ ആലോചനകൾക്ക് പിന്നിൽ. പുതിയ നീക്കങ്ങൾ സംഘടനയിൽ പിളർപ്പുണ്ടാക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. 24 കൊച്ചി. മലയാള സിനിമയിൽ ലൈംഗിക അതിക്രമവും ലഹരി ഉപയോഗവും ഉണ്ടെന്ന് സമ്മതിച്ച് ഫെഫ്ക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചവരുടെയും പവർ ഗ്രൂപ്പിൽപ്പെട്ടവരുടെയും പേരുകൾ പുറത്തുവിടണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു. അതിനിടെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഫെഫ്കയുടേത്. വിവരശേഖരണത്തിനായി WCCയെ ഹേമ കമ്മിറ്റി വിശദമായി കണ്ടപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന, അമ്മ, ഫെഫ്ക അംഗങ്ങൾ എന്നിവയിലെ സ്ത്രീകളെ ഒഴിവാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച 15 അംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകളും പുറത്തുവരണം. 15 അംഗ പവർ ഗ്രൂപ്പും മാഫിയയും എന്നത് സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തതാണെന്നും ബി ഉണ്ണികൃഷ്ണൻ. ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. 15 അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം. സിനിമയിൽ ലൈംഗികാതിക്രമം ഉണ്ടെന്നത് വാസ്തവമാണ്. ലൈംഗികാതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ WCCക്ക് നിർണായക പങ്കുണ്ട്. സിനിമാ സെറ്റുകളിൽ രാസലഹരി അടക്കം വ്യാപകമാണെന്നും ബി ഉണ്ണികൃഷ്ണൻ. വലിയ രീതിയിൽ രാസലഹരി, ആൽക്കഹോൾ അല്ലാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് സെറ്റിലെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയാണ് എന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അത് തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം. സിനിമയിൽ നിന്നും WCC അംഗങ്ങളെ വിലക്കിയെന്ന നടി പാർവതി തിരുവോത്തിന്റെ ആരോപണം തെറ്റാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതായി ഫെഫ്ക ഭാരവാഹികൾ അവകാശപ്പെട്ടു. ക്യാരവാനിൽ രഹസ്യ ക്യാമറയെന്ന നടി രാധികയുടെ ആരോപണവും ഫെഫ്ക തള്ളി. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടരുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഇതിനിടെ നയരൂപീകരണ സമിതി യോഗത്തിലെ അംഗത്വം ഒഴിഞ്ഞെന്ന് ബി ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു. സർക്കാരിനെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. 24 കൊച്ചി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിലെ ഗണപതി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിൽ വിവാദം. മുതിർന്ന അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ച് രംഗത്തെത്തി. വ്യക്തിപരമായ സന്ദർശനമായി ഇതിനെ കാണാനാകില്ല എന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതികരിച്ചു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിലെത്തിയത്. ഇതിനെ സൗഹൃദ സന്ദർശനമായി കാണാൻ കഴിയില്ല എന്നാണ് ഉയരുന്ന വിമർശനം. നീതി നിർവഹണ സംവിധാനത്തിന്റെ നിഷ്പക്ഷതയിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തുവെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് അഭിപ്രായപ്പെട്ടു. സന്ദർശനം അനുചിതമെന്ന് പ്രശാന്ത് ഭൂഷണും വിമർശിച്ചു. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ ഹനിക്കുന്ന നടപടിയെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി PV സുരേന്ദ്രനാഥ്. എന്തുകൊണ്ടും ഇങ്ങനെയുള്ളൊരു സംഭവം ഇന്ത്യയിലെ ആകെയുള്ള ജനങ്ങളുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ, അതിൻ്റെ സ്വാതന്ത്ര്യത്തെ, സ്വതന്ത്ര ഇൻഡിപെൻഡൻസിനെ, അതിലുള്ള കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ചീഫ് ജസ്റ്റിസ് സംശയനിഴലിലായെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് കുറ്റപ്പെടുത്തി. വിവാദം അനാവശ്യമാണെന്നും പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ ഗണപതി പൂജയ്ക്കെത്തിയതിൽ അസ്വാഭാവികത ഇല്ലെന്നുമാണ് BJPയുടെ പ്രതികരണം. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.